ഇന്നത്തെ യാത്രയ്ക്ക് ഇമ്മയും ഞാനും മാത്രമല്ല കേട്ടോ, കൂടെ ഉള്ളത് നമ്മളെ അമാനും ഉണ്ട്, സാലിമോളും ഉണ്ട് കേട്ടോ. അമാനുവിൻ്റെ കാക്ക പോയി ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ സിയാർത്ത് പോകാമെന്ന് കണ്ടപ്പോൾ കൊടുന്നതാണ് കേട്ടോ കാക്ക. ഇപ്പോൾ എത്ര ഫോണിൽ കാണാൻ വന്നതാണെങ്കിലും എൻ്റെ സാലിമോളെ കണ്ടറിയാം എന്ത് ഈമാനിയാണെന്നറിയോ, എന്ത് നീറ്റാ പറയുക. അവളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടറാണ് കേട്ടോ എൻ്റെ സാലിമോളത്. ഞങ്ങളങ്ങനെ ഫസ്റ്റ് വന്നത് കൂരനാട് മക്കാമിലേക്കാണ് കേട്ടോ. എൻ്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു കൂരനാട് മക്കാമൊക്കെ വരണം എന്നുള്ളത്. പിന്നെ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ കുറേ ദിവസമായി വരണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഉമ്മാക്ക് ഒരാൾ സഹായത്തിന് വേണം. അങ്ങനെ ഞങ്ങൾ കൂരനാട് മക്കാമ് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ഞങ്ങളൊരു ചായ കുടിച്ചു. എൻ്റെ ഉപ്പാക്ക് ചായ പറഞ്ഞാൽ മെയിനാണ് കേട്ടോ. അത് പുറത്തുനിന്ന് എൻ്റെ ഉപ്പാക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് വേണോ ചോദിക്കുമ്പോൾ പിന്നെ വേണ്ടാന്ന് പറയാൻ പറ്റും. അങ്ങനെ അടുത്തത് ഞങ്ങൾ പോയത് വരവൂര് മക്കാമിൽ കണ്ടു. ഞങ്ങൾ അവിടുന്ന് ചോറൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ സമയത്താണ് കേട്ടോ ഞാനിതെടുത്ത്. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, സഹിക്കാൻ വയ്യാത്ത വെയിലായിരുന്നു. ഞാൻ രണ്ടാമത്തെ വട്ടമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പം ഉമ്മ തീരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കൂടെ ഞാൻ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് തിരിച്ചു പോരുകയാണ്. ഭയങ്കര ചൂട്, കാരണം സഹിക്കാൻ പറ്റില്ല. വണ്ടി ഓടി വരുന്ന സമയത്ത്, ഓടുന്ന സമയത്ത് കുഴപ്പമില്ല, അല്ലാത്ത സമയത്ത് വയ്യട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുമുടിയിലെത്തിയിട്ട് ഒരു ചായയും കടിയൊക്കെ തിന്ന് വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ ഇക്കാക്ക ഷവർമ്മയും കൊടുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി തുടങ്ങി. ഞാൻ മെയിലാഞ്ചി ഇട്ടോ, അടുത്ത വീട്ടിൽ പോയിട്ട് മെയിലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മെയിലാഞ്ചി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വലത്തെ കൈമ ഇട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബാക്കി നാളെ.